ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 7ാം ക്ലാസ്സിൻ്റെ ലാഫിംഗ് സോങ് എന്ന് പറയുന്ന പോയത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ ആക്ടിവിറ്റീസുമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ആവശ്യമുള്ളവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഇവിടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഹൂ ഈസ് ദ സ്പീക്കർ ഇൻ ദ പോയം. ഈ പോയത്തിലെ സ്പീക്കർ ആരാണ്? ദ സ്പീക്കർ ഇൻ ദ പോയം ഈസ് സംവൺ ഹു ഒബ്സർവ്സ് ആൻഡ് എൻജോയ്സ് ദ ബ്യൂട്ടി ആൻഡ് ജോയ് ഓഫ് നേച്ചർ. അതായത് പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കുന്ന, അതിൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഇതിലെ സ്പീക്കർ എന്ന് പറയുന്നത്. ദിസ് പേഴ്സൺ ഇൻവൈറ്റ്സ് അതേഴ്സ് ടു ജോയിൻ ഇൻ ദ ഹാപ്പിനെസ് ആൻഡ് ലാഫ്റ്റർ ഫൗണ്ട് ഇൻ ദ നാച്ചുറൽ വേൾഡ്. അതുപോലെ തന്നെ ഇദ്ദേഹം മറ്റുള്ളവരെ ഈ ഒരു സന്തോഷത്തിൽ പങ്കുചേരാൻ വേണ്ടി ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ ഡിംബ്ലിംഗ് സ്ട്രീം? അപ്പോൾ ഡിംബ്ലിംഗ് സ്ട്രീം എന്നതുകൊണ്ട് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ദ ടേം ഡിംബ്ലിംഗ് സ്ട്രീം റെഫേഴ്സ് ടു എ സ്ട്രീം ഓഫ് വാട്ടർ ദാറ്റ് ഹാസ് സ്മോൾ റിപ്പിൾസ്. അപ്പോൾ ചെറിയ അലകളുള്ള നദിയെയാണ് ഇവിടെ ഡിംബ്ലിംഗ് സ്ട്രീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്മോൾ റിപ്പിൾസ് ഓർ ഡിംപിൾസ് ഓൺ ഇറ്റ്സ് സർഫസ്. അപ്പോൾ ഡിംപിൾസ് എന്ന് വെച്ചാൽ നുണക്കുഴി എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ നദിയുടെ ഉപരിതലത്തിൽ കാണുന്ന അലകളെയാണ് സൂചിപ്പിക്കുന്നത്. ദിസ് ഗീവ്സ് ദ ഇംപ്രഷൻ ദാറ്റ് ദ സ്ട്രീം ഈസ് ലൈവ്ലി ആൻഡ് പ്ലേഫുൾ, ഓൾമോസ്റ്റ് ആസ് ഇഫ് ഇറ്റ് ഈസ് ലാഫിംഗ് ആസ് ഇറ്റ് ഫ്ലോസ്. അപ്പോൾ ചിരിച്ചുകൊണ്ട് ഒഴുകിപ്പോകുന്ന നദി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഹൗ ഡു ദ ചിൽഡ്രൻ എക്സ്പ്രസ് ദർ ഹാപ്പിനെസ്? കുട്ടികൾ എങ്ങനെയാണ് അവരുടെ സന്തോഷം പ്രകടിപ്പിക്കുന്നത്? ദ ചിൽഡ്രൻ എക്സ്പ്രസ് ദർ ഹാപ്പിനെസ് ബൈ സിംഗിങ് ജോയ്ഫുള്ളി വിത്ത് ദെയർ സ്വീറ്റ് റൗണ്ട് മൗത്ത്സ് ആൻഡ് ലാഫിംഗ് ടുഗദർ. അപ്പോൾ കുട്ടികൾ ഒരുമിച്ച് അവർ ഉറക്ക ചിരിച്ചുകൊണ്ടാണ് അവരുടെ സന്തോഷം പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ അവരിങ്ങനെ ഒരു പാട്ട് പാടിക്കൊണ്ടാണ് പോകുന്നത്. ദേ സിംഗ് ഹാ ഹാ ഹേ. അപ്പോൾ വളരെ സന്തോഷത്തോടെ ആർത്ത് ഉല്ലസിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് കുട്ടികൾ അവരുടെ സന്തോഷം പ്രകടിപ്പിക്കുന്നു. വിച്ച് ഷോസ് ദെയർ എക്സൈറ്റ്മെൻറ്റ് ആൻഡ് ജോയ് ഇൻ ദ മൊമെൻറ്റ്. അതാണ് അവരുടെ സന്തോഷത്തെ പ്രകടിപ്പിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. വൈ ആർ ദ ബേർഡ്സ് ഡിസ്ക്രൈബ്ഡ് ആസ് പെയിൻറ്റഡ്? ഇവിടെ പക്ഷികളെ പെയിൻറ്റഡ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? The birds are described as painted because they are colorful and beautiful. കാരണം ഒരു പെയിൻറ്റിങ് പോലെ അത്ര മനോഹരമാണ്, ഭംഗിയുള്ളതാണ് ഈ പക്ഷികൾ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പക്ഷികളെ പെയിൻറ്റഡ് ബേർഡ്സ് എന്ന് പറയുന്നത്. The description emphasizes their vibrant colors and adds to the cheerful atmosphere of the poem. അപ്പോൾ അത് അവരുടെ ഭംഗിയെക്കുറിച്ച് പറയാനാണ് ഇങ്ങനെ ഒരു പ്രയോഗം ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇനി വാട്ട് ഡസ് ദ പോയറ്റ് ആസ്ക് അസ് ടു ഡു? നമ്മളോട് എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? ദ പോയറ്റ് ആസ്ക് അസ് ടു കം ആൻഡ് ലിവ് ജോയ്ഫുള്ളി. അപ്പോൾ വന്ന് സന്തോഷത്തോടെ ജീവിക്കുക. ടു ബി മെറി, സന്തോഷവാന്മാരായിരിക്കുക. ആൻഡ് ടു ജോയിൻ ഇൻ ദ സെലിബ്രേഷൻ ഓഫ് ലൈഫ് ആൻഡ് നേച്ചർ. അപ്പോൾ പ്രകൃതിയുടെ ഈ സന്തോഷത്തിൽ പങ്കുചേരുക. ഹി എൻകറേജസ് എവ്രി വൺ ടു സിംഗ് അലോങ് ആൻഡ് എൻജോയ് ദ ഹാപ്പിനെസ് ദാറ്റ് സറൗണ്ട്സ് ദം. അപ്പോൾ എന്താണ്, ഒരുമിച്ച് വന്ന് ഈ കൂടെ കൂടി പാട്ടൊക്കെ പാടി അങ്ങനെ ജീവിതം ആസ്വദിക്കുക, ഈ പ്രകൃതിയുടെ ഈ സന്തോഷത്തിൽ പങ്കുചേരുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വൈ ഡു യു തിങ്ക് ദ പോയം ഇസ് ടൈറ്റിൽ ലാഫിംഗ് സോങ്? എന്തുകൊണ്ടാണ് ഈ പോയത്തിന് ലാഫിംഗ് സോങ് എന്ന പേര് കൊടുത്തിരിക്കുന്നത്? ദ പോയം ഇസ് ടൈറ്റിൽ ലാഫിംഗ് സോങ് ബിക്കോസ് ഇറ്റ് ക്യാപ്ചേഴ്സ് ദ എസൻസ് ഓഫ് ജോയ് ആൻഡ് ലാഫ്റ്റർ ഫൗണ്ട് ഇൻ നേച്ചർ ആൻഡ് എമംഗ് പീപ്പിൾ. അപ്പോൾ ആളുകളിലുള്ള ആ ഒരു സന്തോഷം, അതുപോലെ പ്രകൃതിയിലുള്ള ആ ഒരു സന്തോഷം, ചിരി, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഈ കവിത. അതുകൊണ്ടാണ് ഇതിനെ ലാഫിംഗ് സോങ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രകൃതിയുടെ ചിരിയും അതുപോലെ മനുഷ്യരുടെ ചിരിയെക്കുറിച്ചൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. The laughter of the woods, streams, children, birds creates a cheerful and lively atmosphere, making it feel like a song of happiness. അപ്പോൾ ഇതൊരു സന്തോഷത്തിൻ്റെ ഒരു പാട്ടാണ്. മനുഷ്യരുടെ സന്തോഷം, അതുപോലെ പ്രകൃതിയിലെ ജീവജാലങ്ങളുടെയും അതുപോലെ പ്രകൃതിയുടെ തന്നെ സന്തോഷത്തെക്കുറിച്ച് ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇതിനെ ഒരു ലാഫിംഗ് സോങ് എന്ന് വിളിക്കുന്നു. ഇനി നമുക്കിതിലെ ആക്ടിവിറ്റീസ് നോക്കാം. ഒന്നാമത്തെ ആക്ടിവിറ്റിയിൽ the words wit and it rhyme, find out other rhyming words from the poem. ഈ പോയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പോയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന റൈമിംഗ് വേർഡ്സ് ഇതൊക്കെയാണ് താഴെ കൊടുത്തിട്ടുണ്ട്. ജോയ്, ബൈ, സീൻ, ഗ്രീൻ, ഷെയ്ഡ്, സ്പ്രെഡ്, മീ, ഹി. അപ്പോൾ ഈ എക്സാമ്പിളുകളൊക്കെ നമുക്ക് എടുത്തെഴുതാവുന്നതാണ്. അടുത്ത ആക്ടിവിറ്റിയിൽ പറഞ്ഞിരിക്കുന്നു, റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഓഫ് ദ പോയം. വെൻ ദ ഗ്രാസ് വുഡ്സ് ലാഫ് വിത്ത് ദ വോയിസ് ഓഫ് ജോയ് ആൻഡ് ദ ഡിംബ്ലിംഗ് സ്ട്രീം റൺസ് ലാഫിംഗ് ബൈ. The words voice and joy create assonance. അപ്പോൾ assonance എന്ന് പറയുന്നത് ഒരു വവൽ സൗണ്ട് അടുപ്പിച്ചുള്ള വാക്കുകളിൽ ആവർത്തിച്ച് വരുന്നതിനെയാണ്. അപ്പോൾ അതിനുള്ള മറ്റു ഉദാഹരണങ്ങൾ, അപ്പോൾ വോയിസ്, ജോയ്, ഇവിടെ ഒരു അസൊണൻസ് ഉണ്ട്. ഓ എന്നുള്ള അസൊണൻസ് ആണ്, ആ സൗണ്ടാണ് ഇവിടെ ആവർത്തിച്ച് വന്നിരിക്കുന്നത്. അതുപോലെ
മറ്റ് അസോണൻസിൻ്റെ ഉദാഹരണം ഈ കവിതയിൽ നിന്ന് കണ്ടുപിടിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മറ്റു ഉദാഹരണങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഗ്രീൻ സീൻ, അപ്പോൾ അവിടെ ഇ എന്നുള്ള ശബ്ദം ആവർത്തിച്ചു വന്നിരിക്കുന്നു. അതുപോലെ ഗ്രാസ് ഹോപ്പർ ആൻഡ് മെറി, എ എന്നുള്ള ശബ്ദം. ഷെയ്ഡ് ആൻഡ് മെയ്ഡ്, എ എന്നുള്ള ശബ്ദം ആവർത്തിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ അസോണൻസിന് ഉദാഹരണങ്ങളാണ്. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. ലുക്ക് അറ്റ് ദ ഫോളോയിങ് ലൈൻസ്. When the meadows laugh with a lively green and the grasshopper laughs in the merry scene. The meadows and the grasshopper laugh like us. അപ്പോൾ ഇവിടെ ഈ പുൽമേടുകളും അതുപോലെ തന്നെ ഈ ഗ്രാസ് ഹോപ്പറും ഒക്കെ മനുഷ്യരെ പോലെ ചിരിക്കുന്നതായിട്ട് ഈ കവിതയിൽ പറഞ്ഞിരിക്കുകയാണ്. Pick out from the poem other examples of animals or objects which behave like human beings. അപ്പോൾ മനുഷ്യരെ പോലെ പെരുമാറുന്ന അല്ലെങ്കിൽ മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്ന മറ്റ് ഏതൊക്കെ ജീവജാലങ്ങളെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, ഇതൊരു അലങ്കാരമാണ്, ഇതിൻ്റെ പേര് പേഴ്സോണിഫിക്കേഷൻ എന്നാണ്. പേഴ്സോണിഫിക്കേഷൻ ഈസ് ദ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ വിച്ച് ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ് ആർ ആട്രിബ്യൂട്ടഡ് ടു ആൻ അബ്സ്ട്രാക്ട് ക്വാളിറ്റി, ആനിമൽ ഓർ ഇൻആനിമേറ്റ് ഒബ്ജക്ട്. മനുഷ്യരുടെ സ്വഭാവ സവിശേഷതകൾ മറ്റ് ജീവജാലങ്ങൾക്ക് പറയുന്നതിനെയാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വുഡ്സ്, ദേ ആർ ഡിസ്ക്രൈബ്ഡ് ആസ് ലാഫിങ്. അപ്പോൾ ഈ വുഡ്സ് ചിരിക്കുന്നതായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പേഴ്സോണിഫിക്കേഷനാണ്. സ്ട്രീം, അതും ലാഫിംഗ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ എയർ, ഇറ്റ് ലാഫ്സ് എന്ന് പറയുന്നുണ്ട്. പെയിന്റഡ് ബേർഡ്സ്, ദേ ലാഫ്, അപ്പോൾ അവർ ചിരിക്കുന്നു, പക്ഷികൾ ചിരിക്കുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്. ദീസ് എക്സാമ്പിൾസ് ഷോ പേഴ്സോണിഫിക്കേഷൻ ആസ് ദേ ഗീവ് ഹ്യൂമൻ ലൈക്ക് ക്വാളിറ്റീസ് ടു നേച്ചർ ആൻഡ് ആനിമൽസ്. അപ്പോൾ ഇവിടെ മനുഷ്യൻ്റെ കഴിവായ ചിരിക്കാനുള്ള കഴിവ് ഇവിടെ പ്രകൃതിക്കും അതുപോലെ തന്നെ മൃഗങ്ങൾക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പേഴ്സോണിഫിക്കേഷന് ഉദാഹരണങ്ങളാണ്. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. The poet describes the joy and nature vividly. Pick out instances from the poem. അപ്പോൾ ഇവിടെ പ്രകൃതിയുടെ ഭംഗിയെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു കവിതയിൽ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉദാഹരണങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഉദാഹരണങ്ങൾ നോക്കാം. ഒന്ന്, ഡിംപ്ലിംഗ് സ്ട്രീം റൺസ് ലാഫിംഗ് ബൈ. The air does laugh with our merry wit. The meadows laugh with lively green. The grasshopper laughs in the merry scene. The painted birds laugh in the shade. The children with sweet round mouths sing ha ha hey. അപ്പോൾ ഇതൊക്കെ ഇതേപോലെ ജോയ് ഓഫ് നേച്ചർ, പ്രകൃതിയിലെ സന്തോഷത്തെ കാണിക്കുന്ന എക്സാമ്പിളുകളാണ്. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ടേബിളിൽ ടൈറ്റിൽ ഓഫ് ദ പോയം, ഈ പോയത്തിൻ്റെ ടൈറ്റിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തേൽ നെയിം ഓഫ് ദ പോയറ്റ്, കവിയുടെ പേര്. കണ്ടന്റ് അല്ലെങ്കിൽ തീം ഓഫ് ദി പോയം, ഈ പോയത്തിൻ്റെ തീം എന്താണെന്നുള്ളത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്തത് വൈ യു ലൈക്ഡ് ഇറ്റ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാം. ടൈറ്റിൽ ലാഫിംഗ് സോങ്, പോയറ്റിൻ്റെ പേര് വില്യം ബ്ലേക്ക്, ഇതിൻ്റെ തീം എന്ന് പറയുന്നത് സെലിബ്രേഷൻ ഓഫ് നേച്ചേഴ്സ് ജോയ് ആൻഡ് ദ ഹാപ്പിനെസ് ഓഫ് ലിവിങ് ഇൻ ഹാർമണി വിത്ത് എൻവയോൺമെൻറ്റ്. അപ്പോൾ പ്രകൃതിയുടെ സന്തോഷവും പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷത്തെക്കുറിച്ചൊക്കെയാണ് ഇതിൻ്റെ തീം എന്ന് പറയുന്നത്. ഇറ്റ് പേഴ്സോണിഫൈസ് എലമെൻറ്റ്സ് ഓഫ് നേച്ചർ, പ്രകൃതിയിലെ ജീവജാലങ്ങളെയും പ്രകൃതിയും ഒക്കെ പേഴ്സോണിഫൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വ്യക്തികളെ പോലെ അവർ ചിരിക്കുന്നതായിട്ടൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഡെപ്പിക്റ്റ് ഇൻ ദ മാസ് ജോയസ് ആൻഡ് ലൈവ്ലി. ഇനി വൈ യു ലൈക്ഡ് ഇറ്റ്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ കവിത ഇഷ്ടപ്പെട്ടത്. ദ പോയംസ് ജോയ്ഫുൾ ഇമേജറി ആൻഡ് പ്ലേഫുൾ ടോൺ ക്രിയേറ്റ് എ സെൻസ് ഓഫ് ഹാപ്പിനെസ് ആൻഡ് അപ്രീസിയേഷൻ ഓഫ് നേച്ചർ. ഇറ്റ് റിമെയിൻസ് റീഡേഴ്സ് ടു ഫൈൻഡ് ജോയ് ഇൻ സിമ്പിൾ തിങ്സ്. ഇപ്പോൾ പ്രകൃതിയുടെ ഭംഗിയിൽ അല്ലെ പ്രകൃതിയുമായിട്ട് ഈ ഒരുമിച്ച് ജീവിക്കുന്നതിനെക്കുറിച്ചും അതിൽ നിന്ന് നമുക്ക് എങ്ങനെ സന്തോഷം ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കവിതയിൽ പറയുന്നത്. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഈ പോയത്തിൻ്റെ ഒരു അപ്രീസിയേഷൻ എഴുതാനുള്ള ചോദ്യമാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ഈ ഇതിലെ പോയറ്റിക് ഡിവൈസസ് അതുപോലെ ഇതിൻ്റെ തീം കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു അപ്രീസിയേഷൻ നമുക്ക് എഴുതാം. അപ്പോൾ ഇതാണ് അപ്രീസിയേഷൻ. ലാഫിംഗ് സോങ് ഈസ് എ ഷോർട്ട് പോയം ബൈ വില്യം ബ്ലേക്ക് ദാറ്റ് സെലിബ്രേറ്റ്സ് ദ ഹാപ്പിനെസ് ഫൗണ്ട് ഇൻ നേച്ചർ. അപ്പോൾ ഈ ഒരു കവിത എന്ന് പറയുന്നത് വില്യം ബ്ലേക്ക് എഴുതിയിട്ടുള്ള കവിതയാണ്. ഇത് പ്രകൃതിയിലെ സന്തോഷത്തെ ആഘോഷിക്കുന്ന ഒരു കവിതയാണ്. ദ സ്പീക്കർ ഡിസ്ക്രൈബ്സ് വേരിയസ് എലമെൻറ്റ്സ് ഓഫ് നാച്ചുറൽ വേൾഡ്. അപ്പോൾ പ്രകൃതിയിലെ പല വസ്തുക്കളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഗ്രീൻ വുഡ്സ്, ലാഫിംഗ് സ്ട്രീംസ്, മെറി മെഡോസ്, ആസ് ഇഫ് ദേ പൊസസ് ഹ്യൂമൻ ക്വാളിറ്റീസ് എക്സ്പ്രസിങ് ജോയ് ആൻഡ് ലാഫ്റ്റർ. മനുഷ്യരെ പോലെ അവർ സന്തോഷിക്കുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് കുട്ടികളുടെ പേര് പറയുന്നുണ്ട്. ചിൽഡ്രൻ റെപ്രസെൻറ്റഡ് ബൈ മേരി, സൂസൻ, എമിലി. അപ്പോൾ മേരിയും സൂസൻ, എമിലി ഇതൊക്കെ കുട്ടികളാണ്. ഈ കുട്ടികൾ അവർ ഈ ഒരു
നേച്ചർ അവർ ആസ്വദിക്കുകയാണ്. അവർ പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്യുകയാണ്. സിംഗ് ജോയ്ഫുള്ളി ആൻഡ് പെയിൻറ്റഡ് ബേർഡ്സ് ആഡ് ടു ദ ലൈവ്ലി അറ്റ്മോസ്ഫിയർ. അതുപോലെ പക്ഷികളും ഈ ഒരു സന്തോഷത്തിൽ പങ്കുചേരുന്നു. The poem invites readers to embrace this joy and participate in the celebration of life, emphasizing the interconnectedness of nature and human happiness. അപ്പം പ്രകൃതിയും മനുഷ്യൻ്റെ സന്തോഷവും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ, ഇൻ്റർ കണക്ഷൻ, അതാണ് ഈ പോയത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. ദി ഓവറോൾ ടോൺ ഈസ് ലൈറ്റ് ഹാർട്ടഡ് ആൻഡ് ചിയർഫുൾ. അപ്പോൾ ആ ഒരു ടോണാണ് ഈ കവിതയ്ക്ക് കിട്ടിയിട്ടുള്ളത്. വളരെ ലൈറ്റായിട്ടുള്ള അതുപോലെ സന്തോഷം തരുന്ന ഒരു ടോണാണ് ഈ കവിതയ്ക്കുള്ളത്. എൻകറേജിങ് എ സെൻസ് ഓഫ് മെറിമെൻറ്റ് ആൻഡ് അപ്രീസിയേഷൻ ഫോർ ദ ബ്യൂട്ടി അറൗണ്ട്. അപ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള ജീവജാലങ്ങൾ, അതിൻ്റെ ഭംഗി ആസ്വദിക്കുക, അതുപോലെ ലൈഫ് എൻജോയ് ചെയ്യുക എന്നുള്ള തീമുകളൊക്കെയാണ് നമുക്ക് ഈ കവിതയിൽ കാണാൻ കഴിയുന്നത്. ഇനി രണ്ടാമത്തെ പാരഗ്രാഫിൽ നമുക്ക് ഈ പോയത്തിൽ ഉപയോഗിച്ചിട്ടുള്ള പോയറ്റിക് ഡിവൈസസ് നോട്ട് ചെയ്യാം. വില്യം ബ്ലേക്സ് പോയം ലാഫിംഗ് സോങ് വേരിയസ് പോയറ്റിക് ഡിവൈസ് എൻഹാൻസ് ഇറ്റ്സ് ജോയ്ഫുൾ തീം ആൻഡ് വിവിഡ് ഇമേജറി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയറ്റിക് ഡിവൈസ് എന്ന് പറയുന്നത് പേഴ്സോണിഫിക്കേഷനാണ്. Personification is prominently used as nature is depicted as laughing and expressing joy with elements like green woods, dimpling stream, embodying human traits. അപ്പോൾ കുറേ എക്സാമ്പിൾസ് ഉണ്ട് പേഴ്സോണിഫിക്കേഷന്. അപ്പോൾ ഇവിടെ ഗ്രീൻ വുഡ്സ്, സ്ട്രീം ഒക്കെ ലാഫ് ചെയ്യുന്നത്, ചിരിക്കുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പേഴ്സോണിഫിക്കേഷൻ ഉദാഹരണമാണ്. അതുപോലെ തന്നെ നമുക്ക് അസൊണൻസ് കാണാം. അസൊണൻസ് ഈസ് എവിഡൻറ്റ് ഇൻ ഫ്രേസ് സച്ച് ആസ് വോയിസ് ആൻഡ് ജോയ്. ഓ എന്നുള്ള ശബ്ദം ആവർത്തിച്ച് വന്നിരിക്കുന്നു. Creating a musical quality through the repetition of vowel sounds. The poem also features alliteration. ഈ അസൊണൻസിൻ്റെ ഒപ്പം തന്നെ ഈ കൺസോണൻറ്റ് ശബ്ദങ്ങളുടെ ആവർത്തനം വരുന്ന അലിട്രേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. പ്ലസൻറ്റ് പ്ലേസ്, പി എന്നുള്ള ശബ്ദം ആവർത്തിച്ച് വന്നിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഈ കവിതയുടെ ഒരു ഭംഗി കൂട്ടുന്നു, അതിൻ്റെ ഒരു പ്രത്യേക മ്യൂസിക്കൽ ക്വാളിറ്റി നൽകുന്നു. Pleasant places which adds rhythm and flow. Additionally, rhyme scheme. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു റൈം സ്കീം എന്ന് പറയുന്നത് AABB എന്നാണ്. എന്ന് വെച്ചാൽ 1ഉം 2ഉം വരികൾ റൈമിംഗ് വേർഡ്സ് ആണ്, 3ഉം 4ഉം വരികളിലെ അവസാന വാക്കുകൾ റൈമിംഗ് വേർഡ്സ് ആണ്. അപ്പോൾ നമുക്ക് AABB എന്നുള്ള റൈം സ്കീമും ലഭിക്കുന്നു. Contributes to the poem's lyrical nature with pairs of rhyming words creating a harmonious sound. Together, these devices evoke a sense of happiness and connection with the natural world. അപ്പോൾ ഈ പോയം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരു സന്തോഷം, അതുപോലെ തന്നെ പ്രകൃതിയുടെ ഭംഗി, ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ആ ഒരു സെൻസ് ഉണർത്തുന്ന ഒരു കവിതയാണിത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ടൈം.